ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോം ഇൻ ലൈഫ് ആളു സംഭൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചന്തയിലൊക്കെ പോയിട്ട് വരുന്ന വരവാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗെയ്സ്. അത് രാവിലെ തന്നെ നല്ല വെയിലാണ്. അപ്പോൾ ചീരയും മീനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ വാങ്ങിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് പല വിധത്തിലുള്ള മീനുകളിരുന്നപ്പോൾ ഏത് വാങ്ങണമെന്ന് കൺഫ്യൂഷനായി. അങ്ങനെ 2-3 ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വേളാപ്പാരിയുടെ കഷ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും തിലോപ്പിയ അങ്ങനെ എന്തെങ്കിലും ഒരു മീനുണ്ടായിരുന്നു. പിന്നെ കൊഞ്ച് എൻ്റെ അമ്പടിക്ക് ഫേവറേറ്റാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ കൊഞ്ച് വിട്ട് കളയാൻ തോന്നിയില്ല, കൊഞ്ചും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തിലോപ്പിയ ആ മീൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു, കൊഞ്ച് ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് ഉച്ചയൂണിനുള്ള പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയും ഉള്ളിക്കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ചീര തോരനും മറ്റേ ആ മീനും കൊഞ്ച് ഫ്രൈയും പിന്നെ മരിച്ചീനിയാണ്. മരിച്ചീനിക്കുള്ള പരിപാടി അമ്മ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അങ്ങനെ ചീര നല്ലതുപോലെ കഴുകി ഞാൻ വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചീര ചെറപ്പറ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീൻ കട്ട് ചെയ്യാനായിട്ട് അമ്മ ചെന്നപ്പോഴത്തേക്ക് അവിടെ 2 പൂച്ചക്കുട്ടന്മാരിയ്ക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ മരിച്ചീനി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മരിച്ചീനിക്കുള്ള അരപ്പൊക്കെ ഇട്ട് അത് കുറച്ച് നേരം ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കരിയേപ്പില ഇല്ലാതെ ഒരു കളിയുമില്ല, നിങ്ങൾക്കറിയാം ഗെയ്സ്. അപ്പോൾ കരിയേപ്പില വാരി വിതറിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മരിച്ചീനി നല്ലതുപോലെ ഇളക്കി ഒന്ന് വേവണം ഗെയ്സ്, എന്നാലേ മരിച്ചീനി എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് അപ്പോഴാണ്. അതിന് ചീരയ്ക്കുള്ളത് എല്ലാം സെറ്റാക്കി ചീര നമ്മൾ കടുവറുത്ത് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ മീൻ ഇറക്കാൻ എന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗെയ്സ്. അതിനുശേഷം ചീരത്തോരൻ ഇളക്കിയിട്ടുണ്ട്, അരപ്പൊക്കെ ഇട്ട് സെറ്റാക്കി കരിയേപ്പിലയൊക്കെ വാരി വിതറി ഇളക്കിയിട്ടുണ്ട് ഗെയ്സ്. അതിനുശേഷം ഞാൻ വെച്ച് കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊഞ്ച് ഫ്രൈക്കുള്ള പരിപാടിയിലേക്കാണ്. കൊഞ്ചിൽ കുറച്ച് എണ്ണ ഇത്തിരി കൂടിപ്പോയി ഗെയ്സ്, ഞാൻ ഈ വീഡിയോയിൽ കണ്ടപ്പോഴും അല്ലാതെ അതിന് ശേഷമാണ് നോക്കിയപ്പോൾ എണ്ണ ഇത്തിരി അല്പം കൂടുതലാണ്. അപ്പോൾ ഉച്ചയൂണിന്ന് റെഡി ആയിരിക്കുന്നു. ചോറുണ്ടായിരുന്നു, ഫേവറേറ്റ് എന്ന് പറയുന്നത് ചോറ് ആൻഡ് മരിച്ചീനി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീരത്തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെയ്സ്. അതുകൊണ്ട് കുറച്ചധികം ചീരത്തോര എടുക്കുന്നുണ്ട്. അതിനുശേഷം മീൻ കറി ഉണ്ട്. മീൻ കറി 2 തലയുടെ കഷ്ണമാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ മീൻ കറിയൊക്കെ എടുത്ത് സെറ്റാക്കി അതിനുശേഷം കൊഞ്ച് ഫ്രൈ എടുത്തിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഇന്നത്തെ കറികളെന്ന് പറയുന്നത് ചോറ്, മീൻ കറി, ചീരത്തോരൻ, മരിച്ചീനി, കൊഞ്ച് ഫ്രൈ, പിന്നെ രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മരിച്ചീനിയും കുറച്ച് ചീരത്തോരനും മീൻ കറിയും ഒക്കെ കൂട്ടി കുഴച്ച് ഞാൻ കഴിക്കുകയാണ് ഗെയ്സ്. നമുക്ക് ഉച്ചയൂണിന് ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണും ഗെയ്സ്. അപ്പോൾ എനിക്ക് മരിച്ചീനിയും ചീരത്തോരനും എനിക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്ക് കഴിക്കുമ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്. അതുപോലെ തന്നെ മീൻ പൊരിച്ചതുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അങ്ങനെ രസവും അതെല്ലാം കൂട്ടി കുഴച്ച് ഞാൻ കഴിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു ഗൈസ്.